ഗോസ്റ്റ് ഷിപ്പ്, ഡെത്ത് ഷിപ്പ്, ദ ഫോഗ്. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇംഗ്ലീഷ് ഹൊറർ മൂവീസാണ്. ഇതിലൊക്കെ ഹീറോ പ്രേതമാണ്, അതും കപ്പലിലെ പ്രേതം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രേതങ്ങൾ താമസക്കാരായ ഒരു കപ്പലുണ്ട്. 50ഓളം ദുർമരണങ്ങൾ നടന്ന കപ്പൽ, പ്രേതങ്ങൾ വിലസുന്ന ഒരു കപ്പൽ. ധൈര്യമുള്ളവർ പ്രേതങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ പുറപ്പെട്ടു. ഒടുവിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടേണ്ടി വന്നു അവർക്കൊക്കെ. എന്നാൽ ക്വീൻ മേരി ഇന്നും ജൈത്രയാത്ര തുടരുന്നു. 1936 ക്വീൻ മേരിയുടെ കഥ തുടങ്ങുന്നത്. 1936 ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്നായിരുന്നു അമേരിക്കയിലേക്ക് കപ്പലിന്റെ ആദ്യ യാത്ര. പിന്നീട് കുറെ കാലം കടലിലെ ആഡംബര യാത്രാ കപ്പലായി ക്വീൻ മേരി വിലസി. വിൻസെന്റ് ചർച്ചിലിനെ പോലെയുള്ള പ്രമുഖർ ഒരു കാലത്ത് ഇതിൽ യാത്ര ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനികരെ വഹിക്കാനുള്ള കപ്പലായി മാറുന്നതിനുള്ള നിയോഗം ഇതിനു വന്നു ചേർന്നു. നാസി സേനയ്ക്കെതിരായ പോരാട്ടത്തിലാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത്. 1967 1000 അടി നീളമുള്ള ഈ കപ്പൽ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ നങ്കൂരമിട്ടു. ഈ കാലയളവിൽ 50ഓളം ദുർമരണങ്ങൾ ഈ കപ്പലിൽ നടന്നു. പിന്നീട് ഇത് കപ്പൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ ഇതൊരു ഹോട്ടലും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. എന്നാൽ ക്വീൻ മേരിയിലെ പ്രേതങ്ങളെ പലരും പലതവണ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. കപ്പലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേതകഥകൾ പ്രചാരത്തിലുണ്ട്. പേടിപ്പെടുത്തുന്ന പ്രേതകഥകൾ ഇതിൽ താല്പര്യമുള്ള വിനോദസഞ്ചാരികളെ ധാരാളമായി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ക്വീൻ മേരിയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ അതിന്റെ നിർമ്മാണ കാലഘട്ടം മുതലുള്ളതാണ്. 1934 ജൂൺ 5 മാൽക്കം ഐറ്റ്കൻ എന്ന നിർമ്മാണ തൊഴിലാളി കപ്പലിന് ചുറ്റുമുള്ള സ്കാർഫോൾഡിങ്ങിൽ നിന്ന് വീണു മരിച്ചു. 1936 ജൂൺ 8 കപ്പൽ അതിന്റെ കന്നിയാത്രയ്ക്ക് ശേഷം UK മടങ്ങുന്നതിനിടെ തലയോട്ടി ഒടിഞ്ഞതിനെ തുടർന്ന് ക്രൂ അംഗം ആദർ ജോൺ ഫ്രാൻസിസ് ഗോൾഡിംഗ് മരിച്ചു. 1967 ലോങ് ബീച്ചിലുള്ള കപ്പലിന്റെ അവസാന യാത്രയ്ക്കിടെ മനോഹരമായ സമുദ്ര ലൈനർ റിയോ ഡി ജനീറോയുടെ തീരമടുക്കുമ്പോൾ ക്രൂ അംഗം ലിയോനാർഡ് ഹോഴ്സ്ബർഗിന് ഹീറ്റ് സ്ട്രോക്ക് അനുഭവപ്പെടുകയും സെറിബ്രൽ രക്തസ്രാവം മൂലം മരിക്കുകയും ചെയ്തു. ഒരു കപ്പലെന്ന നിലയിൽ ക്വീൻ മേരിയുടെ ജീവിതത്തെ തന്നെ തകർത്ത ഈ ദുരന്തങ്ങൾ പ്രേതബാധകൾക്ക് ആക്കം കൂട്ടി. വൈറ്റ് ലേഡി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രേതം വളരെ പ്രശസ്തമാണ്. പലരും ഇവരെ കപ്പലിന്റെ പല ഭാഗങ്ങളിലായി കണ്ടിട്ടുണ്ടത്രേ. അരനൂറ്റാണ്ട് മുൻപ് മരിച്ച ഇവർ ഇപ്പോഴും കപ്പലിൽ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വൈറ്റ് ലേഡിയുടേതെന്ന പേരിൽ ഒരു ഫോട്ടോയും പ്രചരിച്ചിരുന്നു. ഇത് ചില പത്രങ്ങളിൽ അച്ചടിക്കുകയും ചെയ്തു. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ സ്ത്രീരൂപം ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിന് മുന്നിലുള്ള സലൂണിന് സമീപത്തായാണ് കൂടുതലും കാണപ്പെടുന്നതെന്ന് ചില യാത്രക്കാർ പറയുന്നു. ജോൺ ഹെൻറി എന്ന മറ്റൊരു പ്രേതവുമുണ്ട്. കപ്പലിന്റെ ബോയിലർ റൂമിലായിരുന്നു ഹെൻറി ജോലി ചെയ്തിരുന്നത്. അവിടെ എന്തോ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഹെൻറി പ്രേതമായി മാറുകയായിരുന്നു. ഗ്രംബി എന്ന പ്രേതത്തിന് കപ്പലിലെ കോണിപ്പടികളുടെ കീഴിലൊളിക്കാനാണ് ഇഷ്ടം. അവിടെ ഇരുന്ന ആളുകളുടെ നേർക്ക് മുരൾച്ച പുറപ്പെടുവിച്ച് പേടിപ്പിക്കും, ചൂളമടിക്കും, ചിരിക്കുന്ന ശബ്ദമുണ്ടാക്കും. കപ്പലിന്റെ അവസാന കാലത്തെ ക്യാപ്റ്റനായിരുന്ന ട്രഷർ ജോൺസണും പ്രേതമായി ഇവിടെ ചുറ്റിത്തിരിയുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ വിരമിച്ച ശേഷം പ്രായമായി മരിച്ച ജോൺസൺ എങ്ങനെ ഇവിടെ പ്രേതമായി വരും എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഉത്തരമില്ലെങ്കിലും ജോൺ പെഡർ എന്ന 18 വയസ്സുകാരന്റെ പ്രേതത്തിന് ഒരു സ്വഭാവമുണ്ട്. പോകുന്നിടത്തെ മുറികളിലെ ഭിത്തികളിലെല്ലാം ഗ്രീസ് പുരണ്ട തന്റെ കൈപ്പത്തി വെച്ചമർത്തി അടയാളമുണ്ടാക്കും പെഡർ. ജാക്കി എന്നറിയപ്പെടുന്ന പെൺകുട്ടി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഫസ്റ്റ് ക്ലാസ് പൂളിൽ മുങ്ങി മരിച്ചതായി പറയപ്പെടുന്നു. അവൾ കുട്ടികളോട് സംസാരിക്കുന്നതും പാട്ടുകൾ പാടുന്നതും ഒക്കെ കേട്ടവരുണ്ട്. ഒരു ടെഡി ബിയറിനെ പിടിച്ചുകൊണ്ട് കുളത്തിനു ചുറ്റും അവളെ കണ്ടിട്ടുണ്ട്. മറ്റു കുട്ടികൾക്കൊപ്പം കുളത്തിലോ മുകളിലെ ബാൽക്കണിയിലോ കണ്ടിട്ടുമുണ്ട്. വിവാഹ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ സ്ത്രീയെയും കണ്ടിട്ടുള്ളവരുണ്ട്. 3ാം ക്ലാസ് ഡെക്കിലുള്ള സ്റ്റേ റൂം B340 കപ്പലിലെ ഏറ്റവും പ്രേതബാധയുള്ള മുറികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എഴുത്തുകാരനായ വാൾട്ടർ ആഡംസൺ 1948 അജ്ഞാത കാരണങ്ങളാൽ മരിച്ചു. അന്നു മുതൽ അദ്ദേഹത്തിന്റെ പ്രേതവും ഇവിടെയുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. 1966 അവിടെ താമസിച്ചിരുന്നൊരു സ്ത്രീ ഉറങ്ങുമ്പോൾ അവരുടെ കിടക്ക ആക്രമാസക്തമായി ആരോ ഊരിയെടുത്തു. അവൾ ഉണർന്നപ്പോൾ കിടക്കയുടെ അറ്റത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ അവൾ കണ്ടു. അയാൾ വായുവിലേക്ക് അപ്രത്യക്ഷനായി. ആരോ തന്റെ വാതിലിൽ മുട്ടുന്നതും അവൾ കേട്ടു. ലൈറ്റുകളും ടാപ്പുകളും ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നുണ്ടെന്നും ടോയ്ലറ്റുകൾ സ്വയം ഫ്ലഷ് ചെയ്യുമെന്നും ജീവനക്കാരും അതിഥികളും അവകാശപ്പെടുന്നു. മറ്റു സാക്ഷികൾ മുറിയിൽ കാലടികൾ, വാതിലുകൾ തുറക്കുന്ന ശബ്ദം, പോറലുകൾ,
ചിരി, വിസിൽ, ആളുകൾ സംസാരിക്കുന്നത് തുടങ്ങി വിവിധ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലർക്ക് സിഗാറിന്റെയും പെർഫ്യൂമിന്റെയും ഗന്ധം അനുഭവപ്പെടുന്നു. 3-ാം ക്ലാസ് ഡെക്കിൽ കുട്ടികളുടെ കളിസ്ഥലത്ത് ഒരു കുഞ്ഞ് കരയുന്നത് ജീവനക്കാരും അതിഥികളും കേട്ടിട്ടുണ്ട്. ജനിച്ചയുടനെ കുഞ്ഞ് കപ്പലിൽ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടികളാരും അവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ കളിച്ചിരികൾ പതിവായി കേൾക്കുമായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനേത് പ്രേതമേത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഈ കപ്പലിൽ. ഇതെല്ലാം ധൈര്യം തെളിയിക്കാനും പ്രേതങ്ങളെ കാണാനും വരുന്ന വിനോദസഞ്ചാരികളാണ് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. കപ്പലിൽ ഇത്രമാത്രം ദുർമരണങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന പഠനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ദുരാത്മാക്കൾ ഉണ്ടെന്നും അതെല്ലാം സത്യമാണെന്നും തെളിയിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ പിന്നീടുണ്ടായി. 1991 മനോരോഗിയായ പീറ്റർ ജെയിംസ് ഒരു ഫിലിം ക്രൂവിനൊപ്പം ക്വീൻ മേരി സന്ദർശിക്കുകയും റോയൽ തിയേറ്ററിൽ ജാക്കി എന്ന ആത്മാവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. മറ്റൊരു പൂളിൽ തന്നെ കാണാൻ അദ്ദേഹം അവളോട് നിർദ്ദേശിച്ചു. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് നീന്തൽക്കുളത്തിൽ പോയി അവളുമായി 10 മിനിറ്റ് നീണ്ടുനിന്ന സംഭാഷണം റെക്കോർഡ് ചെയ്തു. 2008 ടൈം മാഗസിൻ ക്വീൻ മേരിയെ അതിന്റെ ടോപ്പ് 10 ഹോണ്ടഡ് പ്ലേസുകളിൽ ഉൾപ്പെടുത്തി. ദുഃഖകരമെന്ന് പറയട്ടെ, 2011 ഡിസംബറിൽ 26 വയസ്സുള്ള ഒരു സ്ത്രീ കപ്പലിൽ നിന്ന് വീണു മരിച്ചു. 2012 ഒക്ടോബറിൽ എഴുത്തുകാരിയായ ഡെവ്ലിൻ വെസ്റ്റ്ബ്രൂക്കും അദ്ദേഹത്തിന്റെ സഹായിയും കപ്പലിൽ തന്നെ തുടർന്നു. താഴ്ത്തി നിലകളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായി നിരവധി കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. ആ രാത്രിയിൽ അവൾ ഉറങ്ങാനൊരുങ്ങുമ്പോൾ ആരോ അവളുടെ തോളിൽ സ്പർശിച്ചു. 2024 ഒക്ടോബറിൽ മാഗസിൻ എഡിറ്റർ ജൂലി ജോർദാൻ 2 സുഹൃത്തുക്കളോടൊപ്പം ക്വീൻ മേരിയിൽ താമസിച്ചു. മുറിയിൽ ആരുമില്ലാതിരുന്നിട്ടും അവരുടെ മുറിയിലെ നിരവധി ചലന സെൻസറുകൾ പ്രവർത്തനക്ഷമമായി. അത്താഴ സമയത്ത് ജോർദാൻ ഒരു ജനാലയിലൂടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒഴിഞ്ഞ മുറിയിലേക്ക് നോക്കി. ഒരു നിഴൽ വലതുവശത്തേക്ക് നീങ്ങുന്നതും തുടർന്ന് ജനാലയിലൂടെ നടക്കുന്നതും കണ്ടു. കപ്പലിന്റെ ദുരൂഹത വളർത്താനായി പ്രേതകഥകൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല പ്രൊമോഷൻ നടത്തുന്നുണ്ട് കപ്പൽ കമ്പനി. അവരുടെ വെബ്സൈറ്റിൽ പോലും ഇതുണ്ട്. എന്നാൽ ഇതെല്ലാം ഇല്ലാ കഥകളാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിരവധി പേർക്ക് എങ്ങനെ സമാനമായ അനുഭവങ്ങളുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. മനുഷ്യ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. കേൾക്കുന്ന കഥകളിൽ നിന്ന് സ്വയം ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്ന അവസ്ഥ. പാരഡോലിയ എന്ന പ്രതിഭാസമാണ് കപ്പലിൽ കയറുന്നവരുടെ അതീന്ദ്രിയ അനുഭവങ്ങൾക്ക് പിന്നിൽ. ക്വീൻ മേരിയിലെ ടൂറിസം ഊർജ്ജപ്പെടുത്തുന്നതിനായി ഹാലോവീൻ ദിനത്തിൽ ഡാർക്ക് ഹാർബർ എന്ന പ്രശസ്ത പരിപാടിയും കപ്പലിൽ നടത്തുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.